ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ നടപടികളെക്കുറിച്ചും ഫീസിന്റെ ഇളവുകളെക്കുറിച്ചും സ്കോളർഷിപ്പുകളെ കുറിച്ചുമായിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജുകളിലേക്ക് LBS വെബ്സൈറ്റ് വഴിയും CPAS കോളേജുകളിലേക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാവുന്നതാണ്. LBS വഴിയും CPAS വഴിയും അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് അതത് വെബ്സൈറ്റുകൾ വഴി സീറ്റുകൾ അനുവദിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് 2 വെബ്സൈറ്റിലും അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. 2 വെബ്സൈറ്റിലും നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി ഗ്രാന്റ് സ്കോളർഷിപ്പ് ആർക്കൊക്കെ കിട്ടും? SC, ST, OEC, ഫിഷർമാൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഗ്രാന്റ് സ്കോളർഷിപ്പ് അർഹതയുണ്ട്. ഇവർ അഡ്മിഷൻ സമയത്ത് 1000 രൂപ മാത്രം നൽകിയാൽ മതിയാകും. LBS വഴി സർക്കാർ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് ഫീസ് ഇളവുണ്ട്. സിമറ്റ്, ക്യാപ്പ്, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഈ വിഭാഗക്കാർക്ക് സ്കോളർഷിപ്പോ ഫീസ് ഇളവോ ലഭിക്കില്ല. ഫീസ് ഇളവും സംവരണ സീറ്റുകളും ലഭിക്കാൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ആവശ്യമായ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതാണ്. ജനറൽ, OBC, EWS, NRI വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 4 വർഷവും കോളേജ് പറയുന്ന ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചർ BSc നഴ്സിംഗിൻ്റെതും പാരാമെഡിക്കലിൻ്റെതും നമ്മൾ ഓൾറെഡി ചെയ്തതുമാണ്. അത് കാണാത്ത കുട്ടികൾ അത് കണ്ടു നോക്കാട്ടോ. അതുപോലെ ഫീസും റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലരും ചോദിച്ചു, സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ LBS വഴി കിട്ടിക്കഴിഞ്ഞാൽ ഡൊണേഷൻ കൊടുക്കണമോ എന്നുള്ളത്. സെൽഫ് ഫിനാൻസിംഗ് കോളേജസിൽ LBS വഴി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കേണ്ടി വരുന്നതല്ല. ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ എന്നിവ നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.